2026 മാർച്ച് 28 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായക്കാണ് 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. ബംഗാളി നോവലായ ഹര പാർവതി കഥയ്ക്കാണ് പുരസ്കാരം. അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? ബംഗാളി നോവലായിട്ടുള്ള ഹര പാർവതി കഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ഏതാണ്? ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് പോർട്ടൽ. ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് പോർട്ടലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി ഏതാണ്? 2026 ഏപ്രിൽ 1 അപ്പോൾ 2026 ഏപ്രിൽ 1 പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരുന്നത്. ദേശീയ പിന്നാക്ക കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായതാരാണ്? ആരാണ്? സാധ്വി, പേരൊന്നുകൂടി ശ്രദ്ധിക്കണം, സാധ്വി നിരഞ്ജൻ ജ്യോതി. സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് ദേശീയ പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിതയായത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ശങ്കരനാര എന്ന തൂലികാനാമത്തിൽ, എന്താണ് ശങ്കരനാര എന്ന തൂലികാനാമത്തിൽ ഹാസ്യ കവിതകളും ലേഖനങ്ങളും എഴുതിയ കവി? പേര് PI ശങ്കരനാരായണൻ. അതിൽ തന്നെയുണ്ടല്ലേ. അപ്പോൾ ശങ്കരനാര എന്ന തൂലികാനാമത്തിൽ ഹാസ്യ കവിതകളൊക്കെ എഴുതിയ കവിയുടെ പേരെന്താണ്? PI ശങ്കരനാരായണൻ. ഇനി ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ പദ്ധതി വികസിപ്പിക്കുന്നത് ആരാണ്? ISRO ആണ് ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ പദ്ധതി വികസിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂളിന്റെ പേരെന്താണ്? BAS-01 എന്നാണ്. BAS-01 എന്നാണ് ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂളിന്റെ പേര്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് സ്ത്രീകളെ ബോധമുള്ളവരാക്കാൻ, അതായത് അവബോധരാക്കാൻ ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന്, ആരൊക്കെ ചേർന്നിട്ടാ? ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് ഒരുക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ് ഏതാണ്? ട്രൂ സൈബർ സഖി. ട്രൂ സൈബർ സഖിയാണ് സ്ത്രീകളെ അവബോധമുള്ളവരാക്കാൻ വേണ്ടിയിട്ട് ദേശീയ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് കൊണ്ടുവന്ന ഡിജിറ്റൽ ടൂൾ കിറ്റ്. പേരെന്താണ്? ട്രൂ സൈബർ സഖി എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് ഡ്രോൺ സംവിധാനം പേരെന്താണ്? വായുബാൻ എന്നാണ്. വായുബാൻ ആണ് ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് ഡ്രോൺ. ഏതാണ്? വായുബാൻ. അടുത്തത്, നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി 2035 ഇന്ത്യയുടെ ആകെ വൈദ്യുതി ഉൽപാദന ശേഷിയുടെ എത്ര ശതമാനമാണ് ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്ന് ലക്ഷ്യമിടുന്നത്? 60%. അപ്പം 60% ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്ന് ലക്ഷ്യമിടുന്നത്. 60%. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? ഉത്തരം അറിയാം അല്ലേ? അപ്പോൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി, 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.